ഹായ് മക്കളെ, വി കെ സാറാണ്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിസിനസ് റിസ്കിനെ കുറിച്ചാണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് സ്കൂളിലും അതേപോലെ തന്നെ നമ്മളും പഠിച്ചു പോകുന്നുണ്ട്, യുവ ബാച്ചിലൊക്കെ തന്നെ പഠിച്ചു പോകുന്നുണ്ട്. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ബിസിനസ് റിസ്ക് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ് റിസ്ക് ഉണ്ടാവുന്നത്, എന്തൊക്കെ റീസൺസ് ആണ് ബിസിനസ് റിസ്കിന് കാരണമാവുന്നത് എന്നാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്ന സമയത്ത് ആ ടേമിൽ തന്നെ ഉണ്ട് അല്ലേ, ബിസിനസ്സിൽ സംഭവിക്കുന്ന റിസ്കിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇവന്റുകൾ മൂലം എന്തുണ്ടാവുന്നുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബിസിനസ്സിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. ആ സാധ്യതകളെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ബിസിനസ് റിസ്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്പെക്യുലേറ്റീവ് റിസ്ക്കും പ്യുവർ റിസ്ക്കും. നമുക്കറിയാം ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ആളുകളുടെ പ്രവർത്തികൾ മൂലമാവാം അല്ലെ, ഹ്യൂമൻ കോസസ് ഓഫ് ബിസിനസ് റിസ്ക് ആവാം. നമുക്കറിയാം ഒരു ബിസിനസ് ഫേം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, പല സെക്ടറിലായിട്ട് പല സ്റ്റേജസിലായിട്ട് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡിസ്ഹോണസ്റ്റി മൂലമോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റീസ് മൂലം ഉണ്ടാവുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങളോ അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളോ ചെറിയ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. അതെന്താണ് ബിസിനസ്സിന് ഒരു രീതിയിൽ ഉണ്ടാവുന്ന നഷ്ടമാണ്, അല്ലെങ്കിൽ ലോസ് ആണ്. സോ അതുമൂലം ഉണ്ടാവുന്ന റിസ്കുകളാവാം. ഇനി മറ്റൊരു കോസസ് എടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ കോസസ് ആണ്. ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ആകമാനം തന്നെ അതിശക്തമായ മഴ പെയ്യുകയാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ പെട്ടെന്ന് വെള്ളം കയറി അവിടുത്തെ ഗുഡ്സ് ഒക്കെ നശിച്ചുപോയി. അതെന്താണ്, ഒരു നാച്ചുറൽ കോസസ് ഓഫ് ബിസിനസ് റിസ്ക് ആണ്. സോ ആ ഗുഡ്സ് നശിച്ചു പോകുന്നതിലൂടെ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ ഉണ്ടാവും. സോ അങ്ങനെയുള്ള റിസ്കുകളും ഉണ്ട്. ഇനി മറ്റൊരു റിസ്ക് എന്ന് പറയുന്നത് എക്കണോമിക് കോസ്റ്റ് ഓഫ് ബിസിനസ് റിസ്ക് ആണ് അല്ലേ. സാമ്പത്തികപരമായിട്ട് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഡിമാൻഡിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് ആവാം, പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ആവാം, ഇൻഫ്ലേഷൻ റേറ്റ് ആവാം. സോ ഇങ്ങനെ ഉണ്ടാവുന്ന മാർക്കറ്റിൽ ഉണ്ടാവുന്ന എക്കണോമിയിൽ ഉണ്ടാവുന്ന റിസ്കുകളാണ് അല്ലേ. നമുക്കറിയാം എക്കണോമിക് റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം എക്കണോമിയിൽ ഉണ്ടാവുന്ന പല തരത്തിലുണ്ടാവുന്ന റിസ്കുകളുണ്ട് അല്ലേ. സോ അതിനെയാണ് നമ്മൾ എക്കണോമിക് കോസ്റ്റ് ഓഫ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. സോ ഏതൊരു മൊത്തത്തിൽ എക്കണോമിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇവന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡിമോണിറ്റൈസേഷൻ, അത് എല്ലാ ആളുകളുടെയും ഒപ്പം തന്നെ ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഫക്ട് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിൽ ഉണ്ടാവുന്ന റിസ്കുകളാണ്. ഇനി ഇതൊന്നും അല്ലാണ്ട് അതർ കോസസ് ഓഫ് ബിസിനസ് റിസ്ക് ഉണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും, ചില സമയത്ത് പെട്ടെന്ന് മെഷീനറി കേടുവരികയാണ്, പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു മെഷീനറി പെട്ടെന്ന് കേടുവരികയാണ്. ആ സമയത്ത് ആ പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ്, ആ മെഷീനറി റെഡി ആയെങ്കിൽ മാത്രമേ ആ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. സോ ആ സമയത്ത് ഉണ്ടാവുന്ന ബിസിനസ്സിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങളാവും, കൃത്യസമയത്ത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ. സോ മെഷീനറി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നത് ഒരു അതർ കോസസ് ആണ്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇന്റർഫിയറൻസ് മൂലമോ ചില സമയത്ത് സമരങ്ങളാവാം, അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മളുടെ ബിസിനസിന്റെ പ്രവർത്തനം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. സോ അതുമൂലം ഉണ്ടാവുന്ന റിസ്കുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ രീതിയിലുള്ള സ്ട്രൈക്ക്, പൊളിറ്റിക്കൽ കോസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ 4 കാരണങ്ങൾ കൊണ്ടാണ് ബിസിനസ്സിന് റിസ്കുകൾ സംഭവിക്കുന്നത്. സോ ഏതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന ഇവന്റുകൾ മൂലമോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഇവന്റുകൾ മൂലമോ അല്ലെങ്കിൽ കറന്റ് സിറ്റുവേഷൻ നടക്കാൻ പോകുന്ന ഇവന്റുകൾ മൂലം ഉണ്ടാവുന്ന ലോസിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. സോ എക്സാമിന് ഒരു 3 മാർക്കിനോ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് എന്താണ് ബിസിനസ് റിസ്ക് എന്നും, എങ്ങനെയാണ് ബിസിനസ് റിസ്ക്, എന്തൊക്കെ കാരണങ്ങളാണ് ബിസിനസ് റിസ്കിന് കാരണമാവുന്നതെന്നും ഉള്ള രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. സോ ബിസിനസ് റിസ്ക് എന്താണെന്ന് പഠിച്ചു വെക്കുക, കോസസ് ഓഫ് ബിസിനസ് റിസ്ക് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് റിസ്കിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, പ്യുവർ റിസ്ക്കും സ്പെക്യുലേറ്റീവ് റിസ്ക്കും. സോ ഇതേപോലെയുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.